നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കുടിയൊഴിപ്പിക്കപ്പെട്ട 15 ലക്ഷത്തോളം പലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന തെക്കൻ ഗാസയിലെ റാഫയിൽ കരയാക്രമണം നടത്തുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഈയൊരു ആവർത്തനത്തിലൂടെ എന്തായാലും യുദ്ധം ഇനിയും നീളുമെന്നുള്ള സൂചനയാണ്. റാഫ ആക്രമിക്കാനുള്ള തീയതി കുറിച്ചുവെച്ചതായും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നും നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. വിജയത്തിന് റാഫയിൽ പ്രവേശിക്കുകയും അവിടെയുള്ള തീവ്രവാദ ബറ്റാലിയനുകളെ ഇല്ലാതാക്കുകയും വേണം. ഇത് സംഭവിക്കും. അതിനുള്ള തീയതി കുറിച്ചുവെച്ചു. ഇതാണ് ആ വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹുവിൻ്റെ വാക്കുകൾ. അതേസമയം തീയതി ഏതാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. ഗാസ യുദ്ധത്തിൻ്റെ 6 മാസം തികഞ്ഞതിന് പിറ്റേന്നാണ് നെതന്യാഹുവിൻ്റെ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം മനസ്സിൽ എല്ലാം കുറിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാകുന്നത്. ഖാൻ യൂനിസിൽ നിന്ന് ഇസ്രായേൽ സൈനിക ബറ്റാലിയനുകൾ കൂട്ടത്തോടെ പിന്മാറിയതിന് പിന്നാലെയാണ് ഇതെന്നതും ശ്രദ്ധേയമാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റാഫയിൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ കടുത്ത എതിർപ്പാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. ഇസ്രായേലിലെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെ റാഫ ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. നേരത്തെ സുരക്ഷിത സ്ഥലമെന്ന് പറഞ്ഞാണ് ഗാസയിലുടനീളമുള്ള ജനങ്ങളെ റാഫയിലേക്ക് ആട്ടിത്തെളിച്ചത്. ദശലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ കരയാക്രമണത്തിന് മുന്നോടിയായി ഇവിടെ നിന്ന് ഒഴിപ്പിക്കൽ സാധ്യമല്ലെന്നാണ് US അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. പലസ്തീൻ പ്രദേശമായ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം 6 മാസം പിന്നിട്ടിട്ടും തുടരുകയാണ്. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 33,137. ഇത് കണക്കുകൾ പ്രകാരം മാത്രമുള്ളത്. അല്ലാതെയാകുമ്പോൾ ഈ സംഖ്യ ഇനിയും ഉയരും. പരിക്കേറ്റവർ 75,815 കവിഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46 പലസ്തീനുകളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 65 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 13,000-ലധികം കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 456 പലസ്തീനുകൾ കൊല്ലപ്പെടുകയും 4,650 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1.7 ദശലക്ഷം പലസ്തീനുകളാണ് ഗാസയിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടത്. ഇത് ജനസംഖ്യയുടെ 70% വരും. ഗാസ മുൻപിലെ 55.9% കെട്ടിടങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഇസ്രായേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടതിൽ 60%-ലധികവും ഭവനങ്ങളാണ്. 90%-ഓളം സ്കൂൾ കെട്ടിടങ്ങളും തകർന്നു. 1.1 ദശലക്ഷം ജനങ്ങൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നതായി UN അടക്കം കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വടക്കൻ ഗാസയിലെ 2 വയസ്സിന് താഴെ പ്രായമുള്ള 31% കുട്ടികൾ പോഷകാഹാരക്കുറവിന്റെ പിടിയിലാണ്. ഗാസയിലെ മുഴുവൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ലാതെയായി. 227 മുസ്ലിം പള്ളികളും 3 ക്രൈസ്തവ ദേവാലയങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ തരിപ്പണമായി. അതേസമയം ആഴ്ചകൾ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന ഉറപ്പുമായി തുടങ്ങിയ ഗാസ ആക്രമണം എങ്ങുമെത്താതെ തുടരുന്നതിനിടെ ബന്ദിമോചനം ആവശ്യപ്പെട്ടും പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ രാജിക്ക് സമ്മർദ്ദം ചെലുത്തിയും ഇസ്രായേലിൽ ഇപ്പോഴും പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ അടക്കം ആയിരങ്ങളാണ് തെരുവിലിറങ്ങുന്നത്. ശനിയാഴ്ച ടെലവീവ്, സിസേറിയ, ഹൈഫ നഗരങ്ങൾ വൻ പ്രതിഷേധ പ്രകടനങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. പലസ്തീന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ലോകരാജ്യങ്ങളിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാണ്. അതിനിടെ ഹമാസിന്റെ തിരിച്ചടിയിൽ 4 സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേനയും അറിയിച്ചു. തെക്കൻ ഗാസ മുനമ്പിൽ നടന്ന ഏറ്റുമുട്ടലാണ് സ്ക്വാഡ് കമാൻഡർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7-ന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടത് 604 ഇസ്രായേൽ സൈനികരാണ്. ഇവരിൽ 268 പേർ ഒക്ടോബർ 26-ന് തുടങ്ങിയ കരയാക്രമണത്തിന് ശേഷമാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സൈന്യം അടങ്ങിയ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലെ പലസ്തീനുകളെ കാത്തിരിക്കുന്നതും നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു. കാരണം 4 മാസം നീണ്ടുനിന്ന കനത്ത ആക്രമണവുമായി സർവനാശം പൂർത്തിയാക്കിയാണ് ഇസ്രായേൽ സേനയുടെ 98-ാം ഡിവിഷൻ കഴിഞ്ഞ ദിവസം നഗരം വിട്ടത്. റാഫ കരയാക്രമണത്തിന് മുന്നോടിയായാണ് പിന്മാറ്റമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുമ്പോഴും കൈറോ വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിയാണ് പിന്മാറ്റത്തിൽ നിർണായകമായതെന്ന് സൂചനയുണ്ട്. അതേസമയം ഖാൻ യൂനിസ് 4 മാസത്തിനകം പ്രേത നഗരമാക്കി മാറ്റിയാണ് ഇസ്രായേൽ സൈന്യം മടങ്ങിയതെന്ന് തിരിച്ചെത്തിയ പലസ്തീനികൾ തന്നെ പറയുന്നുണ്ട്. നഗരത്തിലെ താമസ കേന്ദ്രങ്ങളിലേറെയും തരിപ്പണമാക്കിയിട്ടുണ്ട്. നിരത്തുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് കിളച്ചു മറിച്ചും വീടുകൾ നാമാവശേഷമാക്കിയായിരുന്നു ഇസ്രായേൽ അധിനിവേശം. നഗരത്തിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളും താമസയോഗ്യമല്ലാതാക്കിയിട്ടുണ്ട്. മൃഗങ്ങൾക്ക് പോലും കഴിയാനാകാത്ത ഇവിടെ ഇനി എങ്ങനെ മനുഷ്യർ വസിക്കുമെന്നാണ് അവരുടെ ചോദ്യം. എന്നാൽ എല്ലാം തകർന്നാലും ഖാൻ യൂനിസ് വിട്ടുപോകാനില്ലെന്നാണ് ഇവരുടെ നിലപാട്.
ഗാസയിൽ ബന്ദിമോചനവും വെടിനിർത്തലും വേഗത്തിലാക്കാനുള്ള ചർച്ചകൾക്ക് വേഗമാർജിച്ചതായി റിപ്പോർട്ടുണ്ട്. വെടിനിർത്താൻ ഇരുവിഭാഗവും സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പരസ്പരം പരിശോധിച്ചു വരികയാണെന്നും കൈറോ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 14 ലക്ഷം പലസ്തീനികൾ അഭയം തേടിയ റാഫയിൽ കരയാക്രമണത്തിന് ഒരുങ്ങിയാണെന്നാണ് ഇസ്രായേൽ വിശദീകരണം. എന്നാൽ അത്തരം ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടില്ലെന്നും പിന്മാറ്റം മറ്റു ചില ലക്ഷ്യങ്ങളുടെ പുറത്താണെന്നുമാണ് സൂചന. 24 മണിക്കൂറിനിടെയാണ് 38 മരണങ്ങൾ ഗാസയിൽ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും നിലവിൽ ഇപ്പോൾ അവിടുത്തെ മരണസംഖ്യ 33,207 ആണ്. 7000-ഓളം പേർ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 6 മാസത്തിനിടെ ആദ്യമായിട്ടാണ് ഗാസയിലേക്ക് ഒരു ദിവസം 300-ലേറെ സഹായ ട്രക്കുകൾ കടത്തിവിട്ടത്. രാജ്യാന്തര സമ്മർദ്ദം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ ഭക്ഷണവും അതുപോലെ മറ്റ് അവശ്യവസ്തുക്കളുമായി കൃത്യമായി പറഞ്ഞാൽ 322 ട്രക്കുകൾ തിരിച്ചത്. കൊടും പട്ടിണി വേട്ടയാടുന്ന ഗാസ തുരുത്തിൽ ശരാശരി ദിവസവും 500-ലേറെ ട്രക്കുകൾ വേണ്ടിയെടുത്താണ് തെക്കൻ ഗാസയിലെ റാഫ, കറം, അബൂസലാം അതിർത്തികൾ വഴി ഭക്ഷണവുമായി 228-ഉം മറ്റ് അവശ്യവസ്തുക്കളുമായി അവശേഷിച്ചവയും അതിർത്തി കടന്നു വരുന്നത്. ജലം, പഞ്ചസാര, ധാന്യപ്പൊടി എന്നിവയാണ് ഇവയിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ ഒരു ട്രക്ക് പോലും കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന വടക്കൻ ഗാസയിലേക്ക് ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല.